अब इंडिया भिड़ेगी इंग्लैंड से। 1 जुलाई से धुलाई का मजा सोनी स्पोर्ट्स नेटवर्क के टीवी चैनल्स पर। സർഗുൺ, ഇപ്പൊ നമ്മൾ എവിടെയാ വന്നു വിട്ടത്? ഇനിയിപ്പോ എങ്ങോട്ടാ? വലത്തോട്ടാണോ ഇടത്തോട്ടാണോ? സർഗുൺ, സർഗുൺ, ഒരു കുഴപ്പമില്ല. സമാധാനമായിട്ടിരിക്കെ. ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു പ്രശ്നവുമില്ല. പേടിക്കാതിരിക്കെ. ഞാനല്ലേ കൂടെ ഉള്ളത്. പേടിക്കല്ലേ. നേരെയിരുന്നു. അങ്ങനെ ഒന്നുമില്ല. ഒരു കുഴപ്പമില്ല. नानक चाओ हो गुण गावा दिन रात नानक चाओ हो गुण गावा दिन रात नानक चाओ हो कितनी दाता रे अपना नाम दे हो कितनी दाता रे अपना नाम दे हो गुण गावा दिन रात गुण गावा दिन रात ഞാനിത് എന്തായി ചെയ്തത് ഈശ്വര? സർഗുൺ, സർഗുൺ, വിട്. എന്താ നീ ചെയ്യുന്നേ? അവൻ എനിക്ക് മോനെ പോലെയല്ലേ? എനിക്ക് സങ്കടമില്ലാഞ്ഞിട്ടാണോ? അവൻ ഒരിക്കലും നമുക്ക് മാപ്പ് തരില്ല. ഒരിക്കലും മാപ്പ് തരില്ല. സംഭവിക്കാൻ പാടില്ലാത്തതാ സംഭവിച്ചു പോയത്. വന്നേ സർഗുൺ, വരാൻ. ഒന്ന് വേഗം വാ. കരയല്ലേ? വന്നേ. വരാനല്ലേ പറഞ്ഞു?
42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55. അല്ല, നീ എന്ത് പണിയാ കാണിക്കുന്നേ? ഒരു ഇത്തിരി കണ്ണ് തെറ്റിയാ മതി, അപ്പം നിർത്തിക്കളയും. അല്ല, നിർത്തിയതല്ലെന്നേ. നിനക്ക് ചാവണമെങ്കിൽ പറ്റിയ വഴി പറഞ്ഞുതരാം. ട്രെയിനിന്റെ മുന്നിൽ പോയി നിന്നേക്ക്, ഒരു സെക്കൻഡ് കൊണ്ട് പണി തരും. അങ്ങനെയൊന്നും അല്ല പറയണ്ട. പിന്നെ. ഞാൻ അങ്ങനെ മരിക്കത്തൊന്നുമില്ല. ഇനി ഒരു 100 കൊല്ലം കൂടി നിങ്ങളെ ബുദ്ധിമുട്ടിക്കും, എന്നിട്ട് മരിക്കൂ. 100 കൊല്ലം 1-2 കൊല്ലം കുറയ്ക്കേ. അത്രയ്ക്ക് അത്യാഗ്രഹം മനുഷ്യന് നല്ലതല്ല. ഇഞ്ചക്ഷന്റെ ടൈമായി. എന്നാ പിടിച്ചോ. കാശിന്റെ കാര്യം നോക്കണ്ടേ? ഞാൻ ആലോചിക്കുന്നുണ്ട്. വല്യേട്ടനോടൊന്ന് ചോദിച്ചാലോ എന്ന് കരുതുക. 1 കൊല്ലത്തെ കാര്യമല്ലേ ഉള്ളൂ, പിന്നെ ഹാപ്പിക്ക് ജോലി ഉറപ്പാവുമല്ലോ. വെറുതെ കടം വാങ്ങി കൂട്ടണോ? ഞാൻ പറയുകയാണെങ്കിൽ ആ പിസ്റ്റൾ അങ്ങ് വിറ്റേക്ക്. ആ സാധനത്തിന് ഇത്രയ്ക്കങ്ങ് സ്നേഹിക്കേണ്ട കാര്യമുണ്ടോ? നിനക്ക് മാത്രം ലഡുവിനെ സ്നേഹിക്കാല്ലേ? അടിച്ച് പല്ല് തെറിപ്പിക്കും ഞാൻ. നോക്കിക്കോ. എന്തായി കാണിക്കുന്ന ചെറുക്കനുണ്ട്. ശരി, ഞാൻ റെഡി ആവട്ടെ. തെഗി, നിനക്ക് എണീക്കാൻ പരിപാടിയൊന്നുമില്ലേ? ഞാൻ എപ്പോഴേ എണീറ്റമ്മേ. എന്നാ പിന്നെ താഴേക്ക് വന്നൂടെ? ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, വന്ന് കഴിക്കാൻ നോക്ക്. ആ चिता लगा के लड़के काली गाड़ियों में घूमे, इतने हाय कि खड़े खड़े वो आसमां को चूमे, अपने शौक नवाबों जैसे करते वो पूरे देते गाड़ वो जमीन में ज्यादा उन्हें घूरे. ഇതൊക്കെ തകരാറാണ് കേട്ടോ. പുതിയത് മാറ്റിയാലോ? ആ, എന്ത് കഷ്ട ഇത്. 4 മാസം പോലും ആയിട്ടില്ല മാറ്റിയിട്ട്. ഇത് തന്നെ ശരിയാക്കാൻ നോക്ക്. ചേച്ചി, ഈ സാധനം കണ്ടില്ലേ? കണ്ടൻസർ. ഇത് കേടുവന്നിരിക്കുക, ശരിയാക്കാൻ പറ്റില്ല. വൈകിട്ട് ഇത്തിരി നേരത്തെ വന്നേക്കണം കേട്ടോ. എടാ ഹാപ്പി, എത്ര മണിക്കാ വരുന്നേ? ഞാനൊരു 10 പ്രാവശ്യമെങ്കിലും പറഞ്ഞു കഴിഞ്ഞു. രാത്രി 9:30 വരും. ഓക്കെ, സോറിടാ മോനെ, വയസ്സായി പോയില്ലേ. ബാക്കിയൊക്കെ നല്ല ഓർമ്മ ഉണ്ടല്ലോ. അങ്ങോട്ട് പറയട്ടോ, മാറ് മാറ്. വണ്ടി പുറകോട്ട് എടുക്കാനാ പറഞ്ഞേ, നേരെ തിരിച്ചു വിട്ടോ. സാറേ ഒന്ന് നിന്നേ, ഒരു കാര്യം പറയാനുണ്ട് പ്ലീസ് സാർ. എനിക്കെന്തോടെ വേറെ പണിയില്ലേ? ഞാൻ ഇവിടെ തന്നെ നിന്ന് പ്രസംഗിക്കണം. ഒരു പട്ടി പോലും ഇല്ലാത്ത മൈതാനത്തിൽ നിന്ന് തൊണ്ട കയറണം. സാറേ, ഞങ്ങൾ ഒരുപാട് പേര് നേരിട്ട് എന്ന് ക്ഷണിച്ചതാ, പക്ഷെ ഒരുത്തിനും വന്നിട്ടില്ല. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് BMP മൈതാനത്തിൽ എത്തിച്ചേരാൻ
എന്ത് കഷ്ടമാണെന്ന് നോക്കണേ. വേറെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടുന്നത്. പറ്റും. ഇവന്മാര് തന്നെയല്ലേ? ആ ഇവന്മാര് തന്നെയാ. നമ്മളിങ്ങനെ കിടന്ന് കാരണമൊക്കെ എന്തിനാന്നേ? ആഹാ, ഇത് കൊള്ളാലോ. നിങ്ങൾ എന്റെ കല്യാണത്തിന് വന്നിരിക്കുകയാണോ? ഒന്ന് എഴുന്നേറ്റ് വല്ല പണി നോക്ക്. വളരണ്ട, ആദ്യം വലുത് കഴിക്കാൻ നോക്കട്ടെ, എന്നിട്ട് നോക്കാം പണിയും കിണിയൊക്കെ. വലിയ മുതലാളി വരുന്നുണ്ട്. എനിക്ക് വേഗം ചെയ്ത് പണി നോക്ക്. ചെല്ല് പോ, വാടാ. രണ്ടുപേര് വന്ന് ഇത് പിടിക്ക്. എടാ കയറ് കൊണ്ടുപോവാ, വലിച്ചു പിടിക്ക്. ഇത് പിടിച്ച് അകത്ത് വെക്ക്. ഇങ്ങോട്ട് വാടാ. എന്തടാ ഇത് പിടിച്ച് അകത്ത് വെക്ക്. ഇങ്ങോട്ട് വാടോ. അല്ല, എന്നിട്ട് അല്ല അപ്പോഴേ നമ്മുടെ മഹീബിന്റെ ഫ്ലൈറ്റ് എപ്പോഴാ? എന്താ കാര്യം? അത് പിന്നെ അവനെ കൂട്ടിക്കൊണ്ടുവരണ്ടേ? അവനെന്താ കൊച്ചുകുട്ടിയാണോ? വന്നോളൂടെ. അജിത് ഭായ് പ്രത്യേകം പറഞ്ഞ. അത് ശരി. എന്നാ പിന്നെ ഞാൻ തന്നെ പോ. അജിത് ഭായ് അങ്ങനെ പറഞ്ഞെങ്കിൽ എന്തെങ്കിലും കാര്യം കാണും. ശരിയല്ലേ? ശരി, എന്നാ പോവല്ലേ? ആ പോ. ഇന്ന് നല്ല വെയിലാണ്. നമസ്കാരം ചെറിച്ച. നമസ്കാരം. നമസ്കാരം മോനെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഹെൽത്ത് ഒക്കെ എങ്ങനെയുണ്ട്? നിന്നെക്കാ ഫിറ്റ് അല്ലേ ഞാൻ? നിന്റെ കുഞ്ഞമ്മ ചിലതൊക്കെ തന്നു വിട്ടിട്ടുണ്ട് നിനക്ക് വേണ്ടി. അത് കൊള്ളാലോ മോനെ. വല്ലപ്പോഴും ഒക്കെ നിനക്ക് വീട് വഴി ഒന്ന് വന്നുകൂടെ? നിന്റെ മുഖം ശരിക്കൊന്ന് കണ്ടിട്ട് എത്ര നാളായി? അത് ശരി, 3 ദിവസം മുമ്പല്ലേ ഞാൻ വന്നേ. അങ്ങനെ കണക്കൊന്നും നോക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ വരണം. പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഹാപ്പി ഇല്ലേ, അവൻ്റെ കോച്ചിങ്ങിൻ്റെ ഫീസ് കുറച്ച് പെൻഡിങ് ഉണ്ട്. പിന്നെ ഡൽഹിയിലെ റൂം വാടക, അങ്ങനെ എന്തൊക്കെയോ. എന്തായാലും കൂടുതലില്ല, ഒരു 1.5-ക്കുള്ളിൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. കുറച്ചുകൂടെ മുകളിലേക്ക്. ഇലക്ഷന്റെ സമയമായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിനക്ക് സമ്മതമാണെങ്കിൽ ഈ വീടിന്റെ ഇടപാട് ഞാൻ നടത്തിത്തരാം. എന്തേ? എന്താ ഈ പറയുന്ന ഏട്ടാ? പാരമ്പര്യമായിട്ട് കിട്ടിയത് അതേ ഉള്ളു കയ്യില്. അതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താൻ പറ്റുമോ? എന്റെ ചങ്ങാതി, നിന്നെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക? നമസ്കാരം അങ്കിൾ. അല്ല, ആരാ ഇത്? മോളോ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, നന്നായിട്ട് പോകുന്നുണ്ട് അങ്കിൾ. അല്ല മോളെ, നിന്റെ എക്സാമിന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞോ? അങ്കിൾ, അടുത്ത മാസം തുടങ്ങുമെന്നാ പറഞ്ഞ്. അല്ല, എപ്പോ തുടങ്ങിയാലും കുഴപ്പമില്ലല്ലോ. നീ എന്തായാലും റാങ്ക് വാങ്ങുന്ന ഉറപ്പല്ലേ? നിങ്ങളുടെ നാവ് പൊന്നാവട്ടെ ചേട്ടാ. അല്ല, വൈകിട്ട് കാണുമല്ലോ അല്ലേ ഗുപ്തയുടെ പ്രസംഗം കേൾക്കാൻ? ഓ ഇല്ല മഹാജൻ സാറേ, നമ്മളൊക്കെ എപ്പോഴും ദൂരെ നിന്ന് കാഴ്ച കാണുന്ന സാധാരണ പൗരന്മാരല്ലേ. എന്നാലും ഒന്ന് വന്നിട്ട് പോകാലോ. ശരി, ഞാൻ നോക്കട്ടെ മഹാജൻ സാറേ. അപ്പൊ ശരി, ഇതകത്തോട്ട് വെച്ചോ മോളെ. ശരി. ആ മഹാജൽ പിന്നെ 20 രൂപ പിടിച്ചിട്ടാ തന്നത്. ശരി പോട്ടെ, വിട്ടുകള മോനെ. ഇതെടുക്ക്. ഇതെന്താണ്? കേക്കോ?
നീ ചെല്ല്, അതൊക്കെ പറയാം. അമ്മേ, അമ്മ ഹാപ്പിക്ക് വേണ്ടി കേക്ക് പറഞ്ഞിരുന്നോ? ആ അല്ല, മോക്ക് ടെസ്റ്റിൽ ജയിച്ചെന്നല്ലേ ഉള്ളൂ. മെയിൻ എക്സാം ജയിച്ചിട്ട് പോരെ കേക്കും സ്വീറ്റൊക്കെ. അങ്ങനെയൊന്നും പറയില്ലടാ, അതൊക്കെ അവൻ എന്തായാലും ജയിച്ചോളും. പോരാത്തിന് അവൻ ഇഷ്ടപ്പെട്ട പായസം ഉണ്ടാക്കില്ലേ. നടക്കട്ടെ. തെഗി, ആ മെഷീനിലെ തുണിയൊന്നും ഇട്ടേക്കടാ. ആ ചെറുക്കം ഫാൻ ശരിയാക്കിയില്ലേ? ഇല്ല. നീ ഇങ്ങ് വന്നേ, ഞാൻ നോക്കിയോളൂ. വാ. കൂട്ടത്തിൽ നീ ടേസ്റ്റ് നോക്കണ്ട കേട്ടോ. ആ എന്റെ ഭഗവതി, രാവിലെ തുടങ്ങിയതാ പാട്ടും കൂത്തും. അല്ല, നിങ്ങളാ കാശിന്റെ കാര്യം പറഞ്ഞോ ജഗ്ദാർ ബായോട്? ആ ഇല്ല, ഞാൻ ശരിക്കും ആലോചിച്ചു. നീ പറഞ്ഞത് ശരി തന്നെയാ. റിവോൾവർ അങ്ങ് വിറ്റേക്കാമെന്ന് വെച്ചു. 1.5 ലക്ഷമെങ്കിലും കിട്ടാതിരിക്കില്ല. എന്തായാലും നന്നായി, അതങ്ങ് പോയി കിട്ടിയല്ലോ. ഈ വീട്ടിൽ മര്യാദക്കുള്ള സാധനം അത് മാത്രമായിരുന്നു. അതും വിൽക്കാൻ പോവാണോ? എടാ, ഹാപ്പിക്ക് കിട്ടുമല്ലോ, അതും ഓട്ടോമാറ്റിക് സാധനം. പട്യാല പോലീസ് ഇന്ന് 5 സ്മഗ്ലേഴ്സിനെ അറസ്റ്റ് ചെയ്തു. തൊണ്ടി മുതലായി കിട്ടിയതാ ഇത്. കൂടുതൽ ഉണ്ടെന്ന് സംശയിക്കുന്നു. ഇത് മറ്റുള്ള എല്ലാ വിഷത്തേക്കാളും കൂടുതൽ ഡേഞ്ചറസ് ആണ്. മഞ്ജിത്ത് അങ്കിൾ അച്ഛൻ്റെ ഒപ്പായിരുന്നോ അതോ ജൂനിയറോ? അതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. പട്യാല പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കും. മണി 10 ആയല്ലോ, ഇനി അവൻ എത്തിയിട്ടില്ല. വന്നോളൂ വെച്ചാ. അത് പോട്ടെ, നമുക്ക് തുടങ്ങിയാലോ? കേക്ക് റെഡിയല്ലേ? പായസമൊക്കെ റെഡിയല്ലേ? തല്ലിക്കൊന്ന ചാകുല സാമദ്രോഗി. എന്നെ അനുഗ്രഹിക്കണ അച്ഛാ. മതി മതി, എന്റെ അനുഗ്രഹം എന്നും ഉണ്ട് മോനെ. അല്ല, ഇതെന്താ കിച്ചണിൽ നിന്ന് ഇത്രയും പുക വരുന്നെന്താ? അല്ല, എക്സോസ്റ്റ് ഫാൻ കേടായി മോനെ. എന്റെ സാധനം കിട്ടിയോ? സോറിടാ, പാലിക ബസാർ ക്ലോസ്ഡ് ആയിരുന്നു. അടുത്ത പ്രാവശ്യം കൊണ്ടുവരാം, ഉറപ്പായിട്ടും, പ്രോമിസ്. ഓട്ടെ, ഇനി സമയമുണ്ടല്ലോ. നീ ബാഗ് ഒന്ന് മോളി കൊണ്ടുവയ്ക്കേ. സോറിടാ, സോറി. അവൻ്റെ ഒരു സോറി. അല്ല, അപ്പൊ സാറ് ഫ്രണ്ട്സിന്റെ കൂടെ പാർട്ടി കഴിഞ്ഞുള്ള വരവല്ലേ? അല്ല അച്ഛാ, ഞാൻ കഴിക്കാറൊന്നുമില്ല. ഏതെന്റെ ഫ്രണ്ട് ഇല്ലേ സിമർ, അവന്റെ പേര് എന്റെ ദേഹത്ത് വീണതാ. സ്മെല്ല് വരുന്നത് വായിന്നാണല്ലോ. കള്ള, നിന്റെ അമ്മ ഇതറിഞ്ഞാലുണ്ടല്ലോ, എന്റെ കാര്യം കട്ട പുകയാവും. അതെന്തായാലും സംഭവിക്കില്ല. അതെ, ഇപ്പൊ ശരിയാക്കി തരാം. വന്നോടാ മോനെ. എന്തൊക്കെയാ വിശേഷം? മതി മതി, അമ്മയ്ക്ക് എന്താ? അല്ലെ, അമ്മയുടെ വയറ് എവിടെ പോയി? ആളാകെ സ്മാർട്ടായല്ലോ. സുഖിപ്പിക്കുകയാണോടാ? പാലിക ബസാർ അടച്ചത്രേ. നമസ്കാരം സാറേ. ആ നമസ്കാരം. സോറി, ഈ സമയത്ത് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യേണ്ടി വന്നു. ഈ ഹർപ്രീത് എവിടെയല്ലേ താമസിക്കുന്നത്? ആണെങ്കിൽ സാറേ, എൻ്റെ പേര് മഹീബ് എന്നാ. ഇത് അയാളുടെ ബാഗാ. ട്രെയിനിൽ വെച്ച അബദ്ധത്തിൽ അയാൾ എൻ്റെ ബാഗ് എടുത്തുകൊണ്ട് പോയി. ഇതിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് ഇവിടുത്തെ അഡ്രസ്സ് കണ്ടുപിടിച്ച് വരാൻ കഴിഞ്ഞു. താങ്ക്സ് ബ്രോ. ഇറ്റ്സ് ഓക്കെ ബ്രോ. എന്റെ കംപ്ലീറ്റ് ഡോക്യുമെന്റ്സും ഇതാ വെച്ചോളൂ. താങ്ക് യു ബ്രോ. പിന്നെ എൻ്റെ ബാഗ് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. അയ്യോ സോറി, ഒരൊറ്റ മിനിറ്റ്. നോ പ്രോബ്ലം. അമ്മേ ശരണം, ദേവി ശരണം. അമ്മേ ശരണം, ദേവി ശരണം. നിങ്ങൾ വരില്ലെന്ന് എനിക്ക് അറിയായിരുന്നു. അതാ പ്രസാദം കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ഇതാ കഴിക്കേ. ദേവി ശരണം. അമ്മേ ദേവി രക്ഷിക്കണേ, ജഗദീശ്വരി. ഇതാ മോനെ പ്രസാദം. വേണ്ട അങ്കിൾ, താങ്ക് യു. ഇത് വീട്ടിലെ പലഹാരമൊന്നുമല്ല മോനെ, ദേവിയുടെ പ്രസാദ. എടുക്ക് എടുക്ക് മോനെ. ദേവി അനുഗ്രഹിക്കട്ടെ. എനിക്കും പുതിയ ഫോൺ കിട്ടിയടാ, പാടുവരുടെ മോനെ. അതെയോ? ഹാപ്പി കൊണ്ടുവന്നാണോടാ? അതേടാ. വെരി ഗുഡ്, അടിപൊളിയടാ. ഐഫോൺ ആണോടാ? അതൊന്നും അറിയില്ലടാ, ഞാൻ തുറന്നു നോക്കില്ല. അതല്ലടാ ആദ്യം ചെയ്യണ്ടേ, ചിലപ്പോ വല്ല ചൈന മോഡലായിരിക്കും. കൊള്ളാലോ, ട്രാക്ക് സൂട്ട് നല്ല ഭംഗിയുണ്ട്. ഇമ്പോർട്ടഡ് അല്ലേ? ആ അതെ. എവിടുന്നാ വാങ്ങിച്ചേ? UK-ന്ന് വാങ്ങിയതാ. ആ, ആളെ കണ്ടിട്ട് UK കാരനെ പോലെ തന്നെ ഉണ്ട്. മോന്റെ കല്യാണം കഴിഞ്ഞാണോ? മഹാജൻ സാറേ,
അയ്യോ സോറി കേട്ടോ. എന്നാ പിന്നെ കാണാം. സോറി കേട്ടോ, ഞാൻ ഇത്തിരി തിരക്കിലായതുകൊണ്ട്. ഒരു കാര്യം ചെയ്യും മോനെ, അകത്ത് കയറിയിരുന്ന് സമാധാനമായിട്ട് ചെക്ക് ചെയ്താൽ പോരെ, വല്ലതും കഴിക്കുകയും കൂടെ ആവാലോ. കുഴപ്പമില്ല സാറേ, എല്ലാം ഉണ്ടെന്നാ തോന്നേ. എന്തായാലും സോറി. സോറി, ഒന്ന് തെറ്റിദ്ധരിക്കില്ല. ബ്രോ. ഞാൻ പറയുകയാണെങ്കിൽ രാവിലെ തന്നെ ഫുൾ സീരീസ് എടുത്തേക്കാം ബോക്സിങ്ങിന്റെ. അതിന് രാവിലെ വരെ കാക്കണം എന്തിനാടാ, ഇപ്പൊ തന്നെ പോര്. ഇപ്പോഴോ? ഏ ആന്റി, ഐ എം 18 years old എന്നും പറഞ്ഞൊരു ഒറ്റ ഓട്ടം. അമ്മേ, ഞാൻ ബഗ്ഗിയുടെ വീട്ടിലേക്ക് പോകാം ഹോംവർക്ക് ചെയ്യാൻ. വല്ലതും കഴിച്ചിട്ട് പോടാ. വിശപ്പില്ലമ്മേ, ബഗ്ഗിയെ കാത്തിരിക്കുക, വേഗം പോ. അല്ല സാറേ, നിങ്ങൾ എപ്പോ നോക്കിയാലും ബഗിയുടെ വീട്ടിൽ പഠിക്കാൻ പോകുന്നുണ്ട്, എന്നിട്ടും വലിയ ഗുണമൊന്നും കാണുന്നില്ലല്ലോ. ഇന്നത്തെ പ്ലാൻ നിനക്കറിയാവല്ലോ. ചെല്, വേഗം ചെന്ന് ഫ്രിഡ്ജിൽ നിന്ന് അതിങ്ങ് എടുത്തോണ്ട് വന്നേ. അച്ഛൻ്റെ ഒരു കാര്യം. മക്കളെ, നിങ്ങൾ രണ്ടുപേരും ഇപ്പോ വളർന്നു സമ്മതിച്ച് വേഗം കേക്ക് മുറുക്കി. തിരക്ക് പിടിക്കല്ലേ, നിക്കടാ പറയട്ടെ. നിങ്ങളുടെ മുത്തച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യൻ ആഘോഷിക്കേണ്ടത് അവന്റെ ജന്മദിനമല്ല, കർമ്മദിനങ്ങളായിരിക്കണമെന്ന്. ഓ പിന്നെ, അതായത് ഇനി നിന്റെ സൽക്കർമ്മങ്ങളുടെ ദിവസങ്ങളായിരിക്കും. അതെ അച്ഛാ. നന്നായി വരട്ടെ മോനെ. യൂണിഫോമിൽ ഇവനെ കാണാൻ എന്ത് ഭംഗിയായിരിക്കും. ഓൾ ദി ബെസ്റ്റ് മോനെ. ശരി, കഴിഞ്ഞല്ലോ. നിക്ക്, കേക്ക് കഴിക്കടാ. മതി, ഞാൻ പോവാ. വേഗം വരാം. അവൻ എപ്പോ നോക്കിയാലും തിരക്കാ. സാർ, ഫുഡ് റെഡി ആയിട്ടുണ്ട്. എനിക്കിത് വലിയ ഇഷ്ടമാ. സാറിന് ഇഷ്ടപ്പെട്ട കൊണ്ടാ റെഡിയാക്കിയത്. ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ സാർ. എന്തായാലും ഇപ്പൊ വേണ്ട, ഞാനിതിന് വെയിറ്റ് ചെയ്യാം. ശരി സാർ, അന്നാ കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. എടോ, മഹീബ് എവിടെയാണെന്ന് പോയി അന്വേഷിക്കേ. ശരി, വേഗം ചെന്ന് നോക്ക്. എത്ര സമയായി? ഹലോ. ഹലോ ചേട്ടാ, എവിടെയാ? എന്തായി? ഞാൻ ഇവിടെ എയർപോർട്ടിൽ തന്നെ ഉണ്ടല്ലോ, പക്ഷെ യാതൊരു വിവരം കിട്ടിയില്ലെന്നേ. ചുമ്മാ ടൈം വേസ്റ്റ്. എന്നുവെച്ചാ മഹീബ് വന്നിരുന്നു, പക്ഷേ നിനക്ക് അവന്റെ പഴയ സ്വഭാവം അറിയില്ലേ. കൂട്ടുകാരെ കണ്ടപ്പോഴത്തെ അവരുടെ കൂടെ അങ്ങ് പോയി തേണ്ടി. എന്തായാലും നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ അവനെ അല്ല കണ്ടില്ലേ. അത് ശരി, ഇയാളെന്നെ ഈ സ്പീഡിലേക്ക് അങ്ങോട്ടെ. വീണ്ടും വന്നു. എന്തുപറ്റി? എന്തെങ്കിലും മറന്നോ? ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു ആ ബാഗില്. അയ്യോ, അതിന് ഞാൻ ബാഗ് തുറന്നിട്ടേ ഇല്ല. തുറക്കാതെ അതിനകത്തുള്ള സാധനം കാണാതെയോ? എന്നുവെച്ചാ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ ബാഗിലുണ്ട്. അല്ല മോനെ, എന്താ ശരിക്കുള്ള പ്രശ്നം? എന്ത് പറ്റിയെന്നേ? ഒന്നുമില്ല, ഇയാളെന്തോ തെറ്റിദ്ധരിച്ചത്. ബാഗ് അവിടെ വെക്കും, ഞങ്ങളത് കള്ളന്മാരാണോ? എന്റെ ബാഗ് നീ തന്നെയല്ലേ മാറ്റിയെടുത്തോണ്ട് വന്നത്? നീ അത് മനഃപൂർവ്വം ചെയ്തതല്ലേ? ആരാണ് നിനക്ക് എന്റെ ബാഗ് മോഷ്ടിക്കാൻ കൊട്ടേഷൻ തന്ന്? ആരാ നിന്നെ അയച്ചത്? പറ. നിനക്കാരാ ഫോൺ ചെയ്ത്? ആരാ നിനക്ക് മെസ്സേജ് അയച്ചത്? മനസ്സിലാക്ക്, ഇത് സെയിം ആണ്, അത് സെയിം ആണ്, അതുകൊണ്ട് കൺഫ്യൂഷൻ ആയി പോയി. മതി, ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? വന്നേ, ഇങ്ങോട്ട് വന്നേ. ചെല്ല്, വീട്ടിലേക്ക് പോ, രാവിലെ സംസാരിക്കാം. എനിക്ക് എന്റെ സാധനം കിട്ടിയാ ഞാനിപ്പോ ഇവിടുന്ന് പോകും. അത് തന്നേക്ക്. നോക്ക്, ഇത് വലിയ പ്രശ്നമാവുന്ന തോന്നുന്നു. നിങ്ങൾ പോലീസിനെ വിളിക്കേ. നോക്കുമോനെ, പോലീസ് വന്നാലുണ്ടല്ലോ നിന്റെ ഈ കെട്ടൊക്കെ ഇറക്കി തരും. ചെല്ല്, വീട്ടിലേക്ക് പോ, രാവിലെ സമാധാനമായിട്ട് നമുക്ക് സംസാരിക്കാം. അങ്കിൾ പറയുന്ന അനുസരിക്ക്. ചെല്ല്, ഒരു കുഴപ്പമില്ല, എല്ലാം നമുക്ക് ശരിയാക്കാം. പോയിട്ട് വാ. ഓക്കെ, ചെല്ല്.
എന്റെ മോൻ ചെല്ല്. എനിക്കെന്റെ സാധനം കിട്ടണം. എന്താ അത്? മോനെ എന്താ ഇത്? ഇതാണോ സംസാരിക്കേണ്ട രീതി? പോ പോ പോ, പുറകെ നടക്ക്. ഇതെന്ത് മര്യാദയാടോ? പുറകോട്ട് നടക്കുന്നേ. മോനെ നീ എന്തായി ചെയ്യുന്നേ? ഞാൻ കഴിയാവുന്നത്ര സഹിച്ചു. ഇനി പറ്റില്ല. മാറ്. മാറി നിക്ക്. പേടിക്കണ്ട. ഞാൻ ബാഗ് എടുക്കാം. ആന്റി അവിടെ ഇരിക്ക്. അമ്മ പേടിക്കണ്ട. ഇവിടെ ഇരിക്ക്. ഞങ്ങള് നല്ല കുടുംബക്കാരാ മോനെ. ആന്റി, നല്ലവരോട് ഞാൻ സംസാരിക്കുന്ന രീതി നല്ലതായിരിക്കും കേട്ടോ. നിങ്ങളെപ്പോലെ കുറെ എണ്ണത്തിന് കണ്ടതാ ഞാൻ. ചെല്ല്, ഇരിക്ക്. മോനെ എന്താ? എല്ലാവരും അവിടെ ഇരിക്കാൻ. ചെല്ല്. നിങ്ങൾ എന്താ പോലീസിനെ വിളിക്കാത്തൊന്ന് വേഗം വിളിക്ക്. ഹലോ ആന്റി, അജിത് സോഡിന്ന് കേട്ടിട്ടുണ്ടോ? എന്റെ ചേട്ടനത്. എത്രയും പെട്ടെന്ന് മന്ത്രിയാവാൻ പോകുന്ന ആളാ. അപ്പൊ നിങ്ങളൊക്കെ എവിടെയാന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല, അറിയോ? ആ ശരി ശരി, നിക്ക് പോട്ടെ. ഒരു മിനിറ്റ്. നിനക്ക് എത്ര നഷ്ടം വന്നിട്ടുണ്ട്? എനിക്ക് എന്റെ പാക്കറ്റാ വേണ്ടത്. എത്ര രൂപ നഷ്ടം? പാക്കറ്റ് എവിടെ? നിന്നോട് എത്ര ദിവസമായി? നിന്നോടൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്താ? അയ്യോ മോനെ, അവനൊന്നും ചെയ്തിട്ടില്ല. മോനെ, അവനൊന്നും അറിയില്ല. മോനെ, ഏറ്റവും ആദ്യം അവനെ വിട്ടേക്ക്. അവൻ കുഞ്ഞാ. പണം എത്ര വേണമെന്ന് പറ. എനിക്ക് എന്റെ പാക്കറ്റാ വേണ്ടത്. അയ്യോ, ഞങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു പാക്കറ്റ് ഇല്ല. ഞങ്ങൾക്കൊന്നും അറിയില്ല. ഒരു സെക്കൻഡ്. ഞാൻ ആ ബാഗ് മോളിൽ നിർത്തോണ്ട് വരാം. ഒരു തവണ നമുക്ക് തുറന്നു നോക്കാം. ചിലപ്പോ വരുന്ന വഴിക്ക് വീണാണെങ്കിലോ. പ്ലീസ്, അവനൊന്നും ചെയ്യില്ല. അവനെ വഴിക്ക് വാടാ. ചെല്, വേഗാവട്ടെ. മോനെ, വേണ്ട, നീ മിണ്ടാതിരിക്ക്. മിണ്ടല്ലേ? ആദ്യം ഗ്യാസ് ഓഫ് ചെയ്യ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ മോൻ ചുമച്ചെന്നെ ചത്തുവും. എടാ, നിന്നോടല്ല ഞാൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞേ. ഗ്യാസ് ഓഫ് ചെയ്യ്. ചെല്, വേഗം പോ. എടാ, പാക്കറ്റ് കിട്ടിയോ? കൊന്നുകളെ ഞാൻ. അവിടെ അടങ്ങിയിരിക്കടാ, മനസ്സിലായോ? അല്ലെങ്കിൽ പുള്ളക്കണ്ടല്ലോ നിന്റെ തലയെ കയറ്റി ഞാൻ. കളിയല്ല കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ചെയ്തിരിക്കും. എവിടാ? മിണ്ടല്ല മോനെ. മോനെ, ഞാൻ അസുഖക്കാരിയാ. ഞാൻ മരിച്ചോണ്ടിരിക്കുന്നവളാ. നിനക്ക് നീ വേണമെങ്കിൽ എന്നെ കൊന്നു മോനെ. സർഗുൺ, മിണ്ടാതിരിക്കും. ആന്റി അവിടെ തന്നെ നിക്ക്. നീ എന്നെ കൊന്നോ. മുന്നോട്ട് വരരുത്. വേണ്ട സർഗുൺ. മോനെ, ഞാൻ പറയുന്നേ. എനിക്കിനി അധിക കാലമൊന്നും ഇല്ല. നിങ്ങളുടെ കയ്യില് മോനെ, നീ എന്നെ കൊന്നു. ആന്റി നിങ്ങളോടാ. വേണ്ട വേണ്ട സർഗുൺ. എന്താ ചോദിച്ചേ? മോനെ, മുന്നോട്ട് വരരുത്. വന്നാ വെടിവെക്കും ഞാൻ. മോനെ, വേഗം മാറി നിക്ക് മോനെ. അച്ഛാ, താ കിടന്ന പിസ്റ്റൽ എടുക്ക്. എടുക്കച്ചാ. നിങ്ങളത് എടുക്ക്. അച്ഛാ, കണ്ണൊന്ന് വേഗം എടുക്കച്ചാ. വേണ്ട. പണ്ടാറടങ്ങൻ. എന്താടാ അത്? ട്രാൻസ്ഫോമർ പൊട്ടിയതാണെന്ന് തോന്നുന്നു. പക്ഷെ ലൈറ്റൊക്കെ കത്തുന്നുണ്ടല്ലോ.
ഏയ്, ഒച്ച വെക്കരുത്. ഏയ്, ഒച്ച വെക്കരുത്. ഓംകാർ ചേട്ടാ, എന്തോ ശബ്ദം കേട്ടു. കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല മഹാജൻ സാറേ, ഒരു കുഴപ്പമില്ല. അല്ല, അകത്തുനിന്ന് എന്തോ ഭയങ്കര ശബ്ദം കേട്ടപ്പോ ഞാനാകെ പേടിച്ചു പോയി. എന്താ അത്? അതോ, അത് പിന്നെ വാഷിംഗ് മെഷീനിൽ തുണി കുറച്ച് അധികം ഇട്ടുപോയി. അതങ്ങ് പടക്കം പൊട്ടുന്നത് പോലെ പൊട്ടിത്തെറിച്ചു. പക്ഷെ കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല. ചേട്ടന്റെ മുഖം എന്തോ വല്ലാതിരിക്കുന്നത്? അതോ, തുണിയൊക്കെ ഞാനാ അതിലിട്ടത്. അത് ഞാൻ ഓർക്കാതെ ഇട്ടുപോയതാ. അതിന്റെ ഒരു ഞെട്ടല്ല. വീട്ടുകാരും പേടിച്ചു. പിന്നെ തീർച്ചയായും ഞാൻ വിളിക്കാം. നിങ്ങൾ പൊയ്ക്കോളൂ. കുഴപ്പമൊന്നുമില്ല. എന്നാ ശരി, വരട്ടെ. ശരി ശരി. എടോ ദ്രോഹി, നിനക്ക് ഫോണില്ലാത്തതിന്റെ കേടല്ലടാ. നീ ഒറ്റ ഒരുത്തം കാരണം ഇന്ന് ഈ കുടുംബം ഈ ഗതിയിലെത്തിയത്. മതിയായില്ലടാ നിനക്ക് മുടിക്കാൻ ജനിച്ചവനെ. ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് കണ്ടോ? നീയാടാ കാരണം. എന്താടാ ഞാൻ ഇനി ചെയ്യണ്ടേ? എനിക്കറിയില്ല. എന്താടാ ചെയ്യണ്ടേ? പറയടാ. പോടാ ഇവിടുന്ന്. ആദ്യം എല്ലാം വൃത്തിയാക്കണം, ബാക്കി പിന്നെ ആലോചിക്കാം. വേണ്ട, ഒരു മിനിറ്റ്. എന്തായി ചെയ്യുന്നത്? എവിഡൻസ് ഒന്നിലും തൊട്ടുപോരുത്. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനു മുമ്പ് അജിത് സോഡി ഈ കാര്യം അറിഞ്ഞാലുണ്ടല്ലോ, രാത്രിക്ക് രാത്രി മൊത്തം കുടുംബത്തെ തന്നെ ഇല്ലാതാക്കി കളയും. അതിന് നമ്മൾ പോലീസിനോട് സത്യം പറയില്ലേ? മോനെ, മർഡർ ആൻഡ് ഡ്രഗ്സ് കേസാ. IPC 307. നമ്മളൊക്കെ അകത്ത് കിടക്കേണ്ടി വരും. നമ്മൾ മാത്രമല്ല, ഒപ്പം നിന്റെ അമ്മയും. അറ്റംപ്റ്റ് മർഡർ 308. അമ്മയും മകനും ഒക്കെ അഴിയെണ്ണി കിടക്കും. സത്യം പറയാമത്രേ. ഈശ്വരനോട് പ്രാർത്ഥിക്കും. നമുക്കൊന്നും സംഭവിക്കില്ല. ഈശ്വരൻ വന്നോളൂ അല്ലേ? കോടതി നിനക്ക് വേണ്ടി സാക്ഷി പറയാൻ. പന്ത്രണ്ട് കൊല്ലം പോലീസുകാരനായി ജോലി നോക്കിയവനാ ഞാൻ. നിങ്ങൾ ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. തെകി ചൂലും വെള്ളമൊക്കെ എടുക്ക്. ഇവിടെ മുഴുവൻ ആദ്യം വൃത്തിയാക്കണം. ഞാൻ എടുത്തോണ്ട് വരാം. നീ എവിടെ ഇരിക്കെ? ആദ്യം അവനെ ഒന്ന് പിടിച്ചേ. സാർ, ഫുഡ് എടുത്തു വെക്കട്ടെ? വേണ്ട. ഗീതാ, എങ്ങോട്ടാ പോണ? വണ്ടി ഇവിടെയല്ലേ കിടക്കുന്ന? കീങ്ങിതാ.
നിന്റെ കാലിന് ഇത് എന്താ പറ്റിയേ? അത് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെയതാ. നിനക്ക് നോക്കി പോവാൻ അറിയില്ലേ? അത് വിട്. ഞാനിപ്പോ വന്നേ ഉള്ളൂ. ആ കീ ഇങ്ങ് താ. നീ ഒന്ന് വേഗം ആ കീ ഇങ്ങ് താന്ന്. അപ്പൊ 10 മിനിറ്റ് അലോൺ ടൈം വേണം. പറയുന്ന കേക്ക്. അവിടെ അച്ഛൻ ഗേറ്റിനവിടെ കാത്തു നിൽക്കുക. ഉരുളക്കിഴങ്ങിന്റെ ഇടയിൽ കൊടുക്കണം. ഒരു 10 മിനിറ്റ് കൊണ്ടത് ചീഞ്ഞൊന്നും പോവില്ലല്ലോ. നോക്ക്, നാളത്തെ ഫുൾ ഡേ നിന്റെ കൂടെ തന്നെയാ. ഡേ ടു നൈറ്റ്. ഒരു സെക്കൻഡ്, നീ മുടി കട്ട് ചെയ്തോ? ഇപ്പൊ ശരിക്കും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒന്ന് നോക്കിയേ, എന്റെ കാലിൽ ഉളുക്കി വേണ്ടിരിക്കുക. നീ എത്ര നേരം എന്നെ നിർത്തും? ആ ഗീത. താങ്ക് യു താങ്ക് യു താങ്ക് യു. 11 മണിക്ക് അച്ഛൻ വരുന്നതിന് മുമ്പ് കാറ് കൊണ്ടുവന്ന് തരണം, കേട്ടല്ലോ? ഓക്കേ. ദാ വാ തുറക്ക്. സൂക്ഷിച്ചു പിടിക്കേ. വീട് ചേട്ടാ, വേണമെന്ന് പറഞ്ഞില്ലേ? പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ലക്കി, പോലീസ്. ഇനിയിപ്പോ നമ്മള് എന്താ ചെയ്യാ? ലക്കി. നമസ്കാരം ചെറിയ. നമസ്കാരം ചെറിയമ്മേ. എനിക്കിന്ന് ഡ്യൂട്ടി ഇവിടെ അടുത്തായിരുന്നു. അപ്പൊ നിങ്ങളിന്ന് കണ്ടാക്കാന്ന് വെച്ചു. എങ്ങോട്ടാ പോണേ? അത് കടയിലേക്ക് പോവാ. പച്ചക്കറി കൊടുക്കാനുണ്ട്. എല്ലാരും പച്ചക്കറി കൊടുക്കാൻ എല്ലാരും വേണോ? അത് ഹാപ്പി വന്നതല്ലേ, അപ്പോ എല്ലാരും കൂടി ഒന്ന് കറങ്ങാന്ന് കരുതി. പാട്ടും കളിയൊക്കെ ആയിട്ട് ഇങ്ങനെ. ഇവന്റെ സ്വഭാവം ഇപ്പൊ തന്നെ IPS പോലെ ആയല്ലോ. എന്താ എന്തുപറ്റി? ഒരു വിളിയില്ല, മെസ്സേജും ഇല്ല. അകത്തിരിക്കുക സാറ്, പുറത്തേക്ക് ഇറങ്ങലല്ലേ? നീ എന്റെ ചങ്കലടാ. എടാ നീ ഭയങ്കര മസിൽമാൻ ആയല്ലോ. ഒരു രസത്തിന് ഇറങ്ങിയതാടാ ഞങ്ങൾ എല്ലാരും കൂടി. നീ ഒരു കാര്യം ചെയ്യും, പ്രാർത്ഥനയിൽ കൂടിക്കോ. തിരിച്ചു വരുമ്പോ കാണാം നമുക്ക്. ടീഷർട്ടിൽ എന്താ പറ്റിയേ? എവിടെ? ഷർട്ടിലും കറയുണ്ടല്ലോ. ഏത് ഇതോ? ഇതൊന്നുമില്ലല്ലേ. എന്തോ കറ പറ്റിയതാ. ഓ, അത് പച്ചക്കറികള് ചാക്കിലാക്കുമ്പോ പറ്റിയതാ. ചാക്കിലാക്കും പറ്റിയതാ, വേറെ ഒന്നുമില്ല. ഓ, ഒന്ന് വേഗം കേറ് മോനെ, ആ പച്ചക്കറികളൊക്കെ ചീഞ്ഞു പോകും. എന്നാ ശരിയടാ, വേഗം കേറി. ഓക്കെ ശരി. ഞാൻ റിവേഴ്സ് എടുക്കണോ? ആ എടുത്തേക്ക്. എന്തു പറ്റി? പെട്രോള് തീർന്നതാ. പെട്രോള് തീർന്നതാന്ന്. വരൂ, ഞാൻ ജീപ്പിൽ കൊണ്ടുവിടാം. വരൂ. ഓ വേണ്ട മോനെ, പച്ചക്കറി ഒരുപാടുണ്ട്. കുഴപ്പമില്ല, നാളെ കൊണ്ടുപോവാം. ഒരു രാത്രി കൊണ്ട് പച്ചക്കറികൾ കേടാവുമൊന്നുമില്ലല്ലോ. നാളെ സംസ്ഥാന ബന്ധാണ്.
ഒരു വണ്ടി ഓടില്ല. വരൂ, ഞാൻ വിടാന്ന് പറഞ്ഞല്ലേ. വേണ്ട അളിയ, നീ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നേ? മറ്റന്നാള് പോയാ പോരെ, അച്ഛൻ മറ്റന്നാൾ കൊണ്ടുപോയിക്കോളുന്നേ. വേണ്ട വേണ്ട, എന്തിനാ വെറുതെ മറ്റന്നാൾ വരെ പരീക്ഷണത്തിന് നിൽക്കുന്ന അല്ലേ? ലക്കി, നീ ഒരു കാര്യം ചെയ്യ്, വണ്ടി ഒന്ന് റിവേഴ്സ് എടുത്തു കൊണ്ടുപോവാ. ശരി. ഹാപ്പി തെക്കി ചെല്, സാധനം ഓർക്ക്. ഇടത്തേക്ക് ഇറങ്ങ. ഒന്ന് വേഗാവട്ടെ. ലാ 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 ലാ. ലാ 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 ലാ. ലാ 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 ലാ. ചെറിയച്ഛ, എന്തു പറ്റി? ലാ 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 ലാ. പാട്.